ആനവദത്തിൽ ശ്രീ വേണുഗോപാലാലയത്തിൽ ഏകാദശി മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന സംഗീതാചാര്യൻ യു ജയൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ത്യാഗരാജോത്സവമാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്ന ഏവരെയും ആദ്യമായി ഞാൻ അമ്പലത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ പുരുഷോത്തനാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ വേദിയിലുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിലേക്ക് അധ്യക്ഷൻ വഹിക്കുന്നതിന് വേണ്ടി ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ സജിത് നാരായണനെ ക്ഷണിച്ചോളും. നന്ദി. ഈ ആനവാദത്തിൽ വേണുഗോപാലാലയ ക്ഷേത്രത്തിൻ്റെ ഏകാദശി മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഇന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയ മുതിർന്ന മാധ്യമ പ്രവർത്തകനും സംഗീത ഉപാസകനുമായ പ്രിയപ്പെട്ട ചലച്ചിത്ര പുരുഷോത്തൻ വർഷങ്ങളായി നമ്മുടെ ക്ഷേത്രത്തിൽ ഈ ഉത്സവത്തിന് പരിപാടി നടത്തി എല്ലാ കാലവും ഈ ക്ഷേത്രത്തോടൊപ്പം ഉണ്ടായ പ്രിയപ്പെട്ട സംഗീതാചാര്യൻ യു ജയൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ച ബാബുട്ടി, ഈ ക്ഷേത്രത്തിൻ്റെ ട്രഷറർ അഡ്വക്കേറ്റ് ടി നാരായണൻ, മണലിൽ മോഹനൻ തുടങ്ങി ആശംസകൾ അർപ്പിക്കാനെത്തിയ മറ്റ് പ്രമുഖ വ്യക്തികൾ. ക്ഷേത്ര ഉത്സവം അത് കലയുടെയും അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ ഭാഗമാണ് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും കാണേണ്ട ഒരു വസ്തുത. ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവം എന്ന് പറയുന്നത് ആചാര ഭക്തി ആചാര അതുപോലുള്ള കാര്യങ്ങളുടെ ഭാഗം മാത്രമല്ല. ഇന്നത്തെ ലോകത്ത് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ചില കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കലയുടെയും സംഗീതത്തിൻ്റെയും അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ ഭാഗമായി ക്ഷേത്രങ്ങൾ മാറണം എന്നുള്ളതാണ് നമ്മളൊക്കെ ഈ ക്ഷേത്രത്തിലെ ഉത്സവം കൊണ്ടുകൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവുമായി ഉത്സവത്തിൻ്റെ ആരംഭവും മുമ്പിട്ട് തന്നെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നടക്കുകയുണ്ടായി. തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവങ്ങൾ നടത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ബോഡിയാണ് ഈ ഉത്സവം നടത്തിക്കുന്നത്. ഈ സംഗീതാരാധനയെക്കുറിച്ച് പറയാൻ ഒട്ടനവധി ആളുകൾ ഇവിടെ ഉണ്ട്. ഇതുമായി ബന്ധമുള്ള സംഗീതവുമായി ബന്ധമുള്ള ഒട്ടനവധി ആളുകളുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ വിദ്യാർത്ഥി സമൂഹം, സംഗീത വിദ്യാർത്ഥി സമൂഹം ഇത് കേൾക്കാനും കൂടെ ഇവിടെയുണ്ട്. കൂടുതലായി സംസാരിച്ചതിൻ്റെ സമയം ഞാൻ പറയാക്കുന്നില്ല. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് മുഴുവൻ വിജയവും ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പുരുഷോത്തനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സംഗീത ഗുരുനാഥന്മാരെ, സംഗീത വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, പതിവ് പോലെ ഇത്തവണയും ഏകാദശി മഹോത്സവത്തോടനുബന്ധിച്ച് അതോടൊപ്പം മലബാറിലെ പ്രമുഖ സംഗീത വിദ്യാലയമായ ജവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക്കിൻ്റെ 32ാമത് വാർഷികത്തിൻ്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ 2ാം ഘട്ടം എന്ന നിലയിൽ ഇത്തരമൊരു പരിപാടി ത്യാഗരാജ ഉത്സവം, സംഗീതോത്സവം ഇപ്പോൾ നടക്കുകയാണ്. തൊട്ടു മുമ്പേ ഈ യോഗ നടപടികളെ നിയന്ത്രിക്കുന്ന
തൊട്ടപ്പുറമുള്ള ഹരീശ്വര ക്ഷേത്രത്തിൻ്റെ അധ്യക്ഷൻ ഇവിടെ വ്യക്തമാക്കുകയുണ്ടായി. ഒരു ക്ഷേത്ര സങ്കല്പം എന്ന് പറയുന്നത് കേവലമായ പ്രാർത്ഥനകൾക്കും ആരാധനയ്ക്കും അപ്പുറം മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന സർഗചേതന ഉണർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടം കൂടിയായിരിക്കണം എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കർമ്മനിരതരായി മുന്നോട്ട് പോകുന്നത് എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം കൂടി അദ്ദേഹം ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ശരിയാണത്. ഒരു മനുഷ്യൻ്റെ മനസ്സിനെ വിമലീകരിക്കുന്നതിന് വേണ്ടി, അവൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ദൈവികമായ ചിന്തകൾ ഉണർത്തുന്നതോടൊപ്പം തന്നെ ദൈവികമായി തന്നെ അവനിൽ അന്തർലീനമായിരിക്കുന്ന സർഗസിദ്ധികളെ ഉണർത്താനുള്ള പ്രചോദന കേന്ദ്രം കൂടിയായി ദേവാലയങ്ങൾ മാറ്റപ്പെടണം എന്നുള്ളതാണ്. അത് നമ്മുടെ പൗരാണികമായി തന്നെ ഇതിനെ ശരിവെക്കുകയാണ്. സകലമാന കലകളുടെയും പ്രഭവ കേന്ദ്രങ്ങൾ ക്ഷേത്രങ്ങളാണ് എന്ന് നമുക്കറിയാം. കേരളത്തിലെ മാത്രമല്ല, രാജ്യത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും, ചെറുതും വലുതുമായിരിക്കുന്ന ക്ഷേത്രങ്ങൾ എല്ലാം നൃത്തങ്ങളുടെ, ചുവർശില്പങ്ങളുടെ, ശില്പങ്ങളുടെ, മറ്റ് കലകളുടെ എല്ലാം തന്നെ പ്രഭവ കേന്ദ്രങ്ങളാണ് എന്ന് നമുക്കറിയാം. ഒരു കാലത്ത് ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, അതുമല്ലെങ്കിൽ രാജ കൊട്ടാരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കലകളെല്ലാം വികസിച്ചു വന്നത് എങ്കിൽ പോലും വരേണ്യ ഒരു പ്രത്യേക വിഭാഗത്തിനിടയിൽ മാത്രമായിരുന്നു അന്ന് കലക്കും സംഗീതത്തിനുമെല്ലാം സ്ഥാനമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അത് പിന്നീട് ക്ഷേത്രങ്ങളിൽ നിന്ന്, കൊട്ടാരങ്ങളിൽ നിന്ന് ഒക്കെ തെരുവിൽ, നാട്ടിൽ ജനങ്ങളുടെ സമക്ഷത്വത്തിലേക്ക് ഇത്തരം കലകളെ ജനകീയമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഉത്സവ വേളകളിലും അല്ലാതെയും ക്ഷേത്രങ്ങളിൽ കലകൾക്ക് വലിയ പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. ക്ഷേത്രത്തിന് ചുറ്റും അതുമായി ബന്ധപ്പെടുന്ന ആളുകളുടെ ഹൃദയങ്ങളിൽ ആമന്ത്രണം ചെയ്യപ്പെട്ടിരിക്കുന്ന കലകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി, ഉത്തമ പൗരന്മാരാക്കുന്നതിന് വേണ്ടി, അവരുടെ സർഗശേഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഒരു നാടിൻ്റെ സംസ്കൃതിയുടെ ഭാഗം കൂടിയാണ്. അത്തരത്തിലുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ ദേവാലയങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇവിടെ ജയൻ മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ജപ സംഗീത വിദ്യാലയം ഉത്തര മലബാറിൻ്റെ കലാഹൃദയത്തിൽ കൊത്തിവെക്കപ്പെട്ടിട്ട് വർഷങ്ങളേറെയായി. ഓരോ വർഷം കഴിയുന്തോറും കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക്, അനേകായിരം ശിഷ്യങ്ങളിലേക്ക് പടർന്നു കയറുന്ന വികാരമായി ഈ സ്ഥാപനം മാറിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് തന്നെ കണക്കുണ്ടാവില്ല എത്ര ശിഷ്യന്മാർ എവിടെയൊക്കെ എത്തി എന്ന് പോലും ചിലപ്പോൾ അദ്ദേഹത്തിന് അറിയില്ലായിരിക്കാം. 32 വർഷമായി ഈ സ്ഥാപനത്തിൻ്റെ വാർഷികം തന്നെ നടത്തി വരികയാണ്. അതിനും മുമ്പേ തന്നെ അദ്ദേഹം ഈ മേഖലയിൽ വ്യാപരിച്ചിരുന്നു എന്ന് നമുക്കറിയാം. ചിലരൊക്കെ അധ്യാപകരായി, സംഗീത അധ്യാപകരായി മാറിയിട്ടുണ്ട്. പിന്നണിയിൽ പാടുന്ന ആളുകളുണ്ട്. സ്റ്റേജുകളെ വിസ്മയിപ്പിക്കുന്ന രൂപത്തിൽ സംഗീത ഗാനാലാപനം നടത്തുന്ന ആളുകളുണ്ട്. കലോത്സവ വേദികളിൽ, അതേപോലെ തന്നെ മറ്റ് കലാമത്സരങ്ങളിലൊക്കെ തന്നെ വിവിധ പാരിതോഷികങ്ങൾ, അവാർഡുകൾ വാരിക്കൂട്ടുന്ന എത്രയെങ്കിലും ആളുകളെ നമുക്ക് അറിഞ്ഞവരും അറിയാത്തവരുമായി നമ്മുടെ മുന്നിൽ ഉണ്ട്. അത്തരത്തിൽ ഒരു നാടിൻ്റെ ആകെ കലയുടെ കുങ്കുമക്കുറി അണിഞ്ഞ ഒരു മഹാസ്ഥാപനമായി ജപ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക് ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ജയൻ മാഷ് നടന്നു നീങ്ങിയ വഴികളാണ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ
അദ്ദേഹം നടന്നു നീങ്ങിയ വഴിയിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. അദ്ദേഹത്തിന് ഇത്തരം ഒരു ക്ഷേത്രത്തിൽ നേരത്തെ ഇതിൻ്റെ പ്രസിഡന്റ് വ്യക്തമാക്കിയതുപോലെ ജയൻ നിരന്തരമായി എത്രയോ വർഷങ്ങളായി ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായി സംഗീത സബരിയ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്കൊപ്പം നടത്തിവരുന്ന ഒരാളാണ്. ഇവിടെ ഇന്ന് ത്യാഗരാജോത്സവമാണ് നടത്തുന്നത്. അദ്ദേഹം ഉപാസിക്കുന്ന, അദ്ദേഹത്തിൻ്റെ മേഖലയായിരിക്കുന്ന കർണാടക സംഗീതത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ത്രിമൂർത്തികളിൽ ഒന്നാമനായി കാണാൻ പറ്റാവുന്ന ഒരാളാണ് ത്യാഗരാജൻ എന്ന് നമുക്കറിയാം. ആ ത്യാഗരാജൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജന്മം 1700 അർദ്ധം പകുതി കഴിഞ്ഞാണ് അദ്ദേഹം ജനിക്കുന്നത്. തിരുവായൂരിൽ തഞ്ചാവൂരിൽ അദ്ദേഹമാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ സീത സംഗീതജ്ഞയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് രാമബ്രഹ്മം അദ്ദേഹം സംഗീതത്തോടേറെ പ്രതിപത്തി പുലർത്തിയിരുന്ന ആളായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം പല ഗുരുക്കന്മാരിൽ നിന്ന് സംഗീതം അഭ്യസിക്കുകയും പിന്നീട് കർണാടക സംഗീതത്തിൻ്റെ പ്രചാരത്തിന് വേണ്ടി സംസ്കൃതത്തിലും തെലുങ്കിലും അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്ന ത്യാഗരാജൻ നാടാകെ അവധൂതൻ കണക്കെ അലഞ്ഞു തിരിയുകയാണ് ഉണ്ടായത്. ഇത്തരമൊരു വിസ്മയകരമായിരിക്കുന്ന ശബ്ദത്തിന് ഉടമ തൻ്റെ നാട്ടിലുണ്ട് എന്നറിഞ്ഞ് രാജാവ് പലവട്ടം തൻ്റെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹത്തെ കൊട്ടാരത്തിൻ്റെ ആസ്ഥാന ഗായകനാക്കി മാറ്റുന്നതിന് വേണ്ടി സകലമാന രാജകീയമായിരിക്കുന്ന സുഖ സൗകര്യങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചെങ്കിലും അദ്ദേഹം ആസ്ഥാന ഗായകനാകാനോ കൊട്ടാരത്തിലുള്ള ഒരു കലാകാരനായി മാറാനോ അദ്ദേഹം സന്നദ്ധമായിരുന്നില്ല. കാടുകളിലും മേടുകളിലും നാട്ടുപാതകളിലും ജനപദങ്ങളിലൂടെ സഞ്ചരിച്ച് കർണാടക സംഗീതത്തിൻ്റെ സുഗന്ധം പരത്തുന്നതിന് വേണ്ടിയുള്ള കഠിനമായിരിക്കുന്ന യാത്രാ വഴികളിലൂടെയാണ് അദ്ദേഹം അനുധാവനം ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ദൈവത്തിലേക്കുള്ള ഈശ്വര ജ്ഞാനത്തിലേക്കുള്ള സഞ്ചാര വഴിയായി ഒരു പാലം കണക്കെ അദ്ദേഹം കാണുന്നത് സംഗീതത്തെ തന്നെയാണ്. സംഗീതത്തിലൂടെ ദൈവത്തെ ഉണർത്തുക എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രമാണം തന്നെ. മഹാ സംഗീതജ്ഞന്മാരുടെ ഇരിക്കുന്ന വേദിയിലാണ് ഞാൻ പറയുന്നത്. ആ ഒരു കൃതി മാത്രം ആലപിക്കുമ്പോൾ ജയൻ മാസ്റ്ററുടെ ശബ്ദത്തിലൂടെ അത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമേൽ ദൈവഭക്തി ഈശ്വരഭക്തിയിൽ ഒരു ഉപാസകന്റെ ഹൃദയം എങ്ങനെയാണ് അതിൽ അർപ്പിതമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹൃദയം കൊണ്ടാണ് അത് ആലപിക്കാൻ പറ്റൂ. ചുണ്ടുകൾ കൊണ്ട് നമുക്കത് പാടാൻ പറ്റില്ല. ഉപരിപ്ലവമായി നമുക്ക് ആലപിക്കാൻ കഴിയുന്നതല്ല ഇത്തരമൊരു കൃതി. മറിച്ച് ഹൃദയത്തിൻ്റെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് ഉരുവം പ്രാപിച്ചു വരുന്ന ആ ശബ്ദവീഥികളെ നമ്മൾ ചുണ്ടുകളിലൂടെ പുറത്തേക്ക് പ്രസരിപ്പിക്കുകയാണ്. അത് കേൾക്കുന്ന ഏതൊരാളുടെയും മനസ്സിൽ ഭക്തി അങ്കുരിക്കാൻ അത് ഇടയാക്കുകയാണ്. ത്യാഗരാജന്റെ സംഗീത വഴികളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഈശ്വരീയ ചിന്തകൾ ഉണർത്താനും അദ്ദേഹത്തിന് സംഗീതം കൊണ്ട് ഒരുപക്ഷേ മനസ്സിനെ ഇത്രമേൽ വശീകരിക്കാൻ കഴിയാവുന്ന മറ്റൊരു മാധ്യമമുണ്ടോ എന്നറിയില്ല. നമ്മളെല്ലാം കീർത്തനങ്ങൾ ആലപിക്കുന്നു, സംഗീതാർച്ചനകൾ നടത്തുന്നു. എന്തുകൊണ്ട് നമുക്ക് ദൈവത്തോട് നേരിട്ട് ഇതേപോലെ സംസാരിച്ചുകൂടാ? പക്ഷേ അത്തരത്തിൽ ഒരു കീർത്തനത്തിലൂടെ, ഒരു സംഗീത ആലാപനത്തിലൂടെ നമ്മൾ അർച്ചന നടത്തുമ്പോൾ അത് വളരെ വേഗത്തിൽ അത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പാടി ഉറക്കാൻ കെൽപ്പുള്ളതാണ്. നമുക്കറിയാം സംഗീതത്തിലെ ചില രാഗധാരകൾ ഉപയോഗിച്ചുകൊണ്ട് വിളക്ക് കത്തിച്ച ചരിത്രമുണ്ട്. ഈ പറഞ്ഞ ത്രിമൂർത്തികൾക്ക് തന്നെ മഴ പെയ്യിച്ച ചരിത്രവുമുണ്ട്. ഒരേ സമയം വ്യത്യസ്തങ്ങളായിരിക്കുന്ന അന്തരീക്ഷത്തിൽ വ്യത്യസ്തങ്ങളായിരിക്കുന്ന എഫക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ചില രാഗങ്ങൾ കൊണ്ട് സാധ്യതമാകുന്നു എന്ന് നമുക്കറിയാം. അത്രയേറെ രാഗങ്ങൾ കർണാടക സംഗീതത്തിലുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ മലയാളത്തിൽ അത് അത്രമേൽ പ്രയോഗിച്ചു വന്നിട്ടില്ല. എനക്കൊന്നൊരു 10-18 രാഗങ്ങൾ മാത്രമേ ചലച്ചിത്ര രംഗത്ത് തന്നെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഏറെയും മോഹനരാഗത്തിലുള്ളതാണ്. എത്രയോ രാഗങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്.
അപ്പോൾ ത്യാഗരാജ സ്വാമികൾ ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു താപസനെ പോലെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഈ ഇത്തരം രാഗങ്ങൾ, കീർത്തനങ്ങൾ, സ്വരങ്ങൾ, ഇതൊക്കെ തന്നെ ഇപ്പോഴും അത് എത്രമാത്രം ഗവേഷണം നടത്തിക്കഴിഞ്ഞാലും ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യതമാകുമോ എന്ന് ഇപ്പോഴും അത്ഭുതപ്പെടുന്ന, ഈ മേഖലയിൽ റിസർച്ച് നടത്തുന്ന എത്രയോ ആളുകളുണ്ട്. അവരെ അടക്കം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവികമായി സിദ്ധിച്ചിരിക്കുന്ന ഒരു വരദാനത്തിൽ കൂടെ മാത്രം കൈവരാവുന്ന അത്രമേൽ സർഗശേഷി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഓരോ വർഷവും ഈ ത്യാഗരാജോത്സവം നടത്തുക വഴി ആ മഹാനായിരിക്കുന്ന കർണാടക സംഗീതത്തിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമാണത്. നമുക്കറിയാം, ഇവിടെ ഹിമാലയത്തിൽ നിന്നാണ് വേനൽക്കാലത്ത് പോലും വറ്റിപ്പോകാത്ത ഈ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ ഉത്ഭവിക്കുന്നത്. അതേപോലെ കാലം, യുഗങ്ങൾ എത്ര കടന്നുപോയി കഴിഞ്ഞാലും ഏത് കൊടും വേനലിലും വറ്റിപ്പോകാത്ത ശുദ്ധരേല കണക്കെ, പുണ്യ നദി കണക്കെ കർണാടക സംഗീതം ലക്ഷോപലക്ഷം കോടാനുകോടി സംഗീത പ്രേമികളുടെ ഹൃദയാന്തരങ്ങളുടെ താഴ്വാരകളിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണഭൂതനായിരിക്കുന്ന ഈ ത്രിമൂർത്തികൾ, പ്രത്യേകിച്ച് ത്യാഗരാജ സ്വാമികൾ, അദ്ദേഹം ആ കൊളുത്തിവെച്ച ആ ഒരു ദീപശിഖയാണ് ജയൻ മാഷെ പോലുള്ള ആളുകൾ വ്രതാനുഷ്ഠാനത്തോടെ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളിൽ പകർന്നേകുന്നത്, എത്രയോ തലമുറകളായി ഇതാക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ധാരാളം മനോധർമ്മ പ്രസ്ഥാനം നടത്തുന്ന ആൾ തന്നെയാണ്. പക്ഷേ ആർജിതമായിരിക്കുന്ന തൻ്റെ അറിവിൽ നിന്നാണ് അദ്ദേഹം തൻ്റേതായിരിക്കുന്ന ക്രിയേറ്റീവായിരിക്കുന്ന സർഗപരതയിൽ നിന്ന് പിറവിയെടുക്കുന്ന അത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അടിസ്ഥാനപരമായി പാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് ത്യാഗരാജനെ പോലെ ത്രിമൂർത്തികളിൽ നിന്ന് ആർജിച്ചിരിക്കുന്ന ആ സംഗീത മഹത്തായ ഭാരതീയ സംഗീത പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ്, അവിടെ നിന്ന് വളവും ഒക്കെ വലിച്ചെടുത്തുകൊണ്ടാണ് അത് തഴച്ചു വളർന്ന് വൻമരമായി ആകാശത്തിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്നത്. അതിലെത്രയോ പറവകൾ വന്ന് കൂടുകൂട്ടുകയും ചേക്കേറുകയും പറന്ന് പോവുകയും ഒക്കെ ചെയ്യുമ്പോഴും ഉത്തര മലബാറിൻ്റെ ഏറ്റവും വലിയ മഹത്തായ ശുദ്ധസംഗീതത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു സ്ഥാപനം നമുക്കിന്ന് ധൈര്യപൂർവ്വം ചൂണ്ടിക്കാണിക്കാൻ ജബ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. മാറിയ കാലത്തിന് അനുസൃതമായി അഭിരുചികൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, കാലത്തിന് മുമ്പേ പറക്കാൻ പലരും ശ്രമിക്കുമ്പോൾ, ആധുനികതയുടെ പേരിൽ ശാസ്ത്ര സാങ്കേതിക തികവിൽ സംഗീതത്തിന് പ്രാമുഖ്യം നൽകാതെ ഉപരിപ്ലവമായിരിക്കുന്ന നമ്മുടെ വികാരതന്തുക്കളെ ഉണർത്തുന്ന രൂപത്തിലുള്ള സംഗീതത്തിൻ്റെ, പശ്ചാത്തല സംഗീതത്തിൻ്റെ അതിപ്രസരം കൊണ്ട് സംഗീത ലോകത്തെ കീഴടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെയാണ് നമ്മുടെ സ്വരത്തിന്, അതേപോലെ തന്നെ ശുദ്ധസംഗീതത്തിന്, കർണാടക സംഗീതത്തിൻ്റെ തനിമ കെട്ടുപോകാതെ, ആ ഒഴുക്ക് നിലച്ചു പോകാതെ ഇപ്പോഴും അദ്ദേഹം കഠിനമായിരിക്കുന്ന സാധകം ചെയ്യുന്നത്. അതുമാത്രവുമല്ല, അതിൻ്റെ പ്രചാരകനായി മാറുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുനാഥന് ഇത്രയും ഉയരങ്ങളിൽ കിടക്കുമ്പോഴും, പ്രശസ്തിയുടെ, ഒരുപക്ഷെ സംഗീതം അറിയുന്ന ആളുകൾക്കതറിയാം, പ്രശസ്തിയുടെ കൊടുമുടിയിൽ കയറി നിൽക്കുമ്പോഴും, ഒരു താഴ്വാരത്ത് നിൽക്കുന്ന ഒരാളെപ്പോലെ ആ ജ്ഞാനം അത്രയും അദ്ദേഹം ആർജിച്ച് നിൽക്കുമ്പോഴും, അദ്ദേഹവുമായി ഇടപഴകുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ആലാപന സൗഭഗം അനുഭവിച്ചറിയുമ്പോൾ മാത്രമേ ഈ മനുഷ്യന്റെ സംഗീതജ്ഞാനം എന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. തന്നേക്കാൾ എളിയവനായി മറ്റാരും ഇല്ല എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ മട്ടും ഭാവവും. പഠിപ്പിക്കുന്ന ശിഷ്യന്മാരോട് പോലും അദ്ദേഹം കാണിക്കുന്ന വിനയവും വാത്സല്യവും എളിമയുമെല്ലാം നമ്മുടെ പുതിയ തലമുറക്ക് എക്കാലവും മാതൃക ആകേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ മഹത്വവും അത് തന്നെയാണ്. നിറകുടം ഒരിക്കലും തുളുമ്പില്ല എന്നുള്ളതാണ്. മഹാസമുദ്രങ്ങൾ നമുക്കറിയാം, തീരങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ തിരമാലകൾ ആർത്തലച്ചു വരികയാണ്. അതിൻ്റെ ശബ്ദം, അതിൻ്റെ ഗരിമ ഒക്കെ തന്നെ തീരത്തിൽ നിന്ന് അനുഭവിക്കുമ്പോൾ
അഗാധങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അത് ശാന്തമാണ്. അത്തരത്തിൽ ശാന്തമായിരിക്കുന്ന ഒരു മനസ്സാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിലൂടെ എത്രയോ തലമുറകൾക്ക് പകർന്നു കിട്ടിയ ആ സിദ്ധി വൈഭവം പഠിച്ചതത്രയും അദ്ദേഹം പകർന്നു കൊടുക്കുകയാണ്. അത് മാത്രവുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെതായ ഈ നിരന്തരമായിരിക്കുന്ന അനുഭവജ്ഞാനത്തിൽ നിന്നും അദ്ദേഹം ആർജിച്ചെടുക്കുന്ന കാര്യങ്ങൾ അടക്കം പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനുള്ള വിശാലമായിരിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമ കൂടിയാണ് അദ്ദേഹം. തീർച്ചയായും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പാടുന്നത് കേൾക്കുമ്പോൾ നമുക്കറിയാം ആ കുട്ടി ഏത് ഗുരുവിൽ നിന്നാണ് അത് ആർജിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. നമുക്ക് ഏകലവ്യനെ കുറിച്ച് നമുക്കറിയാം. ആ ഏകലവ്യനെ പോലെയാണ്. കാരണം ഏകലവ്യന് ഒരു കാലത്തും ദ്രോണാചാര്യർ പഠിപ്പിച്ചിരുന്നില്ല. പക്ഷേ കാടിന്റെ നിബിഡമായിരിക്കുന്ന വനത്തിന്റെ ഏതോ ഒരു കോണിലുള്ള കുരച്ചുകൊണ്ടിരിക്കുന്ന ഒരു പട്ടിയുടെ വായ്ക്ക അകത്തേക്ക് എത്രയോ കിലോമീറ്ററുകൾ അപ്പുറത്തു നിന്നും അസ്ത്രം ഏതുകൊണ്ട് ഒരു നിമിഷം അത് നിശ്ചലമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിപ്പിച്ചത് ദ്രോണാചാര്യർ തന്നെയാണ് എന്ന് ആ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അതേപോലെ ഈ എത്രയോ ആളുകൾ, കുട്ടികളെ നോക്കിയാൽ അവരുടെ സിദ്ധി നോക്കുമ്പോൾ പഠിപ്പിച്ച ആള് ആരാണെന്ന് പിന്നെ പറയേണ്ടി വരില്ല. കാരണം നമ്മുടെ നാട്ടിൽ എത്രയോ സംഗീത വിദ്യാലയങ്ങളുണ്ട്. അവരൊക്കെ ക്യാപ്സ്യൂൾ സംഗീതമാണ് പഠിപ്പിക്കുന്നത്. പലപ്പോഴും കലാമത്സരങ്ങൾക്കും ഒക്കെ വേണ്ടി സമ്മാനങ്ങൾ വേണ്ടി മാത്രം പഠിപ്പിക്കുന്ന ടെക്നിക്കുകളാണ്. അത്തരം ടെക്നിക്കുകൾ പഠിച്ചാണ് വരുന്നത്. അവരൊരിക്കലും സംഗീതജ്ഞന്മാരാകാൻ പോകുന്നില്ല. 3, 5, 10 മിനിറ്റുകളിലേക്ക് ഒരുപക്ഷെ ഒരു സംഗീതത്തിന് പാടാൻ കഴിയാത്ത വിധത്തിലുള്ള മേന്മയോടുകൂടി പാടാൻ അവർക്ക് കഴിയും. ക്യാപ്സ്യൂളാണത്. പാടാൻ അവരെ പാകപ്പെടുത്തിയെടുക്കും. പക്ഷേ അതിനപ്പുറം പാടാൻ ഒരു വരി പാടാൻ അവർക്ക് കഴിയില്ല. അടിമുടി സംഗീതത്തിൽ നിമഞ്ജനം ചെയ്യപ്പെട്ട ശിഷ്യന്മാരെ വാർത്തെടുക്കുന്നതിന് വേണ്ടി അവന്റെ ഓരോ ജീനിലും സംഗീതത്തിന്റെ സമസ്ത രാഗങ്ങളെയും സ്വാംശീകരിച്ച് ചേർത്ത് സേനറകൾ സൂക്ഷിക്കുന്നത് പോലെ കൊണ്ടു നടക്കാൻ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയുള്ള സംഗീത പരിജ്ഞാനമാണ് ഈ ഗുരുനാഥൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അദ്ദേഹം നമ്മുടെ നാടിന്റെ വരദാനമാണ് എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. വലിയ ബാക്ക് സപ്പോർട്ടൊന്നും അദ്ദേഹത്തിനില്ല. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രചാരകന്മാർ, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ തന്നെയാണ്. ഒത്തുഘോഷിച്ചുള്ള പ്രചണ്ഡമായിരിക്കുന്ന പ്രചരണങ്ങൾ പത്രമാസികളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ ഒക്കെ നടത്തിക്കൊണ്ട് വലിയ തോതിൽ ഫീസ് വാങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്ന വൻകിട സംഗീത കലാസ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അവിടെ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയിരിക്കുന്ന അധ്യാപകന്മാരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ കലാശാലകളുടെ പിൻബലമോ അതല്ലെങ്കിൽ മഹിതമായിരിക്കുന്ന പാരമ്പര്യത്തിന്റെ പൈതൃകമോ ഒന്നും അങ്ങനെ അവകാശപ്പെടാനില്ലാതെ താൻ ആർജിച്ചെടുത്ത എവിടെ നിന്നെല്ലാം എത്ര ചെറിയവനായാലും തനിക്ക് അറിയാത്തത് എവിടെ നിന്ന് കിട്ടുന്നുവോ അവിടെ അങ്ങോട്ട് ചെന്ന് പഠിക്കാനും എല്ലാം ആർജിക്കാനും മനസ്സ് കാണിക്കുന്ന, ഇപ്പോഴും ഒരു സംഗീത വിദ്യാർത്ഥിയുടെ മനസ്സ് കൊണ്ടു നടക്കുന്ന ഒരു ഗുരുനാഥനെ കിട്ടുക എന്ന് പറയുന്നത് എപ്പോഴും അദ്ദേഹം അപ്ഡേറ്റാണ്. ഓരോ കാലത്തിലും അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ശരീരവും മനസ്സും ഒരുപോലെ യൗവനോർജം പേറുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് ആ ശബ്ദത്തിൽ, അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട് മാത്രം പരിചരിക്കുന്ന ഒരാൾ അദ്ദേഹത്തെ നേരിൽ കാണുമ്പോൾ ഈ മനുഷ്യന് ഇത്ര പ്രായമുണ്ടോ എന്ന് സംശയിച്ചു പോകും. കാരണം കൊല്ലന്റെ ഉലയിൽ വെച്ച ഒരു ലോഹദണ്ഡ് പോലെ അദ്ദേഹം അതിനെ പൂർണ്ണമായും ജ്വലിപ്പിച്ചുകൊണ്ട് അതിന്റെ മാറ്റ് കൂട്ടി വരികയാണ്. നിരന്തരമായിരിക്കുന്ന ഒരു നിമിഷം പോലും അദ്ദേഹം പാഴാക്കുന്നില്ല. ആ നിരന്തരമായിരിക്കുന്ന സാധനയിലൂടെ അദ്ദേഹം ആർജിച്ചെടുക്കുന്ന ഒരു തപസ്സിൽ നിന്ന് ലഭിച്ച രൂപത്തിലുള്ള ഒരു സിദ്ധി കണക്കെ ഈ സംഗീത സിദ്ധിയെ തന്റെ മുന്നിലുള്ള തന്നിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഗുരുമുഖത്ത് നിന്ന് പകർന്നു കൊടുക്കുന്ന മഹിതമായിരിക്കുന്ന നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിന്റെ അവസാനത്തെ കണ്ണി പോലെ നമ്മുടെ നാടിൽ മയ്യഴിയിൽ എല്ലാ കലകൾക്കും വളക്കൂറുള്ള ഒരു മണ്ണാണ് നമ്മുടെ മയ്യഴി. ലോകം മുഴുവൻ അറിയപ്പെടുന്ന എത്രയോ പ്രതിഭകൾ നമ്മുടെ മണ്ണിലുണ്ട്. അത്തരത്തിലുള്ള ഒരു സംഗീതത്തിൽ ഒരു മഹാപ്രതിഭയായി ചലച്ചിത്ര രംഗത്ത് നമുക്കറിയാം ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ബോളിവുഡ്
സംവിധായകൻ മനോജ് നായിക് ശ്യാമളൻ മാഹിക്കാരനാണ്. നമുക്കറിയാം, പള്ളൂർ സ്വദേശിയായിരിക്കുന്ന നാരാ കൊല്ലേരി, അദ്ദേഹം നവതരംഗ സിനിമയുടെ, ഫ്രഞ്ച് സിനിമയുടെ ലോകോത്തര അവാർഡ് നേടിയ എഞ്ചിനീയർ, സൗണ്ട് എഞ്ചിനീയറാണ്. നമുക്ക് ധാരാളം ആളുകളെ കാണാം. മലയാളികൾ ലോകത്ത് എവിടെയും ഉണ്ടോ അവിടങ്ങളിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന 9 ചതുരശ്ര കിലോമീറ്ററിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രദേശത്തുള്ള ഒരു മഹാനായ ചെറിയ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേരറിയാത്ത ഒരു മലയാളി ഭാഷ പഠിക്കുന്ന ഒരാളും ഉണ്ടാവില്ല, എം മുകുന്ദൻ. അങ്ങനെ എത്ര ആളുകൾ നമ്മുടെ പ്രദേശത്തുണ്ട്. സംഗീതത്തിന്റെ അവസാന വാക്കായി ജയൻ മാഷ് നമ്മുടെ മുമ്പിലുണ്ട്. മുറ്റത്തെ മുല്ലയായി പോയത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട്. എപ്പോഴും നമുക്ക് ആ സുഗന്ധമുണ്ട്. നമുക്കതിന്റെ വ്യതിരിക്തത നമുക്കറിയില്ല. ഏഴിലും പാല പൂത്താൽ അതല്ല, ഏഴിലും പാല ഒരു ഗ്രാമത്തെ ആകെ സുഗന്ധപൂരിതമാക്കും. അതേപോലെ അദ്ദേഹം ഈ നാടിന്റെ ഏഴിലും പാല പോലെ മാസങ്ങളോളം വിരിഞ്ഞു കഴിഞ്ഞാൽ മാസങ്ങളോളം നമ്മുടെ നാടിനാകെ സംഗീത സുഗന്ധം പരത്തി ആ മഹാപ്രതിഭാസം നമ്മുടെ മുന്നിൽ ഇവിടെ ഇരിക്കുകയാണ്. അദ്ദേഹത്തെ വേദിയിലെത്തി ഇങ്ങനെ പറയുന്നത് ശരിയല്ല എന്നെനിക്കറിയാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളെ നമ്മൾ പറയേണ്ടത്, അദ്ദേഹത്തിന്റെ കഴിവുകൾ വിലയിരുത്തിപ്പെടേണ്ടത് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി തന്നെയാണ് അത് പറയേണ്ടത്. നമ്മൾ മുഖസ്തുതി പറയുകയല്ല, അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. അദ്ദേഹം പഠിപ്പിച്ച് ഉന്നതങ്ങളിലെത്തിയ എത്രയോ പ്രതിഭകളുമായി എനിക്ക് നേരിട്ട് ബന്ധമുണ്ട്. പലപ്പോഴും അവരെക്കുറിച്ച് പത്രങ്ങളിൽ എഴുതേണ്ടി വന്നിട്ടുണ്ട്. ജയൻ മാഷെ കുറിച്ച് എഴുതിയതിനേക്കാൾ എത്രയോ മടങ്ങ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ കുറിച്ച് എഴുതാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ്. അവരിലൂടെയാണ് അവരുടെ ഗുരുനാഥനിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഗരിമ ശിഷ്യന്മാരുടെ ശബ്ദത്തിലാണ് കിടക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ കൂടുതൽ പറയുന്നില്ല. അഡ്വക്കേറ്റ് നാരായണൻ നായരെ പോലുള്ള ആളുകൾ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ നല്ല തിരക്കുള്ള ഒരാളാണ്. പക്ഷേ ജബ മ്യൂസിക്കിന്റെ ഒരു പരിപാടിയുണ്ട് എന്ന് വന്നാൽ അദ്ദേഹത്തിന് പിന്നെ കേസുകെട്ടുകളൊന്നും അദ്ദേഹത്തിന് പിന്നെ അത് ബാധകമല്ല. അദ്ദേഹം എവിടെയായാലും അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ വർഷങ്ങളായി നീളുന്ന ഒരു സൗഹൃദം, ജ്യേഷ്ഠാനുജ സൗഹൃദം അദ്ദേഹവുമായി പുലർത്താൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. അനുഗ്രഹീതനായിരിക്കുന്ന ഒരു നല്ല ശബ്ദത്തിന്റെ ഉടമ കൂടിയായിരിക്കുന്ന മണലിൽ മോഹനെ പോലുള്ള ആളുകൾ, അത്തരം ആളുകളുമായി അടുത്ത് ഇടപഴകാൻ ജയൻ മാസ്റ്ററുടെ സൗഹൃദമാണ് എനിക്ക് സഹായകമായിട്ടുള്ളത്. അങ്ങനെ ധാരാളം ഗായകന്മാർ വടകരയിൽ അദ്ദേഹത്തിന് ധാരാളം ആളുകളാണ്. അത് പിന്നണിയിൽ തൊട്ട് നാടക ട്രൂപ്പുകളിലായാലും സംഗീത ഗാനമേള ട്രൂപ്പുകളിലും ആളുകളെ, ശ്രോതാക്കളെ വിസ്മയഭരിതമാക്കുന്ന നിരവധിയായിരിക്കുന്ന വ്യതിരിക്തമായിരിക്കുന്ന ശബ്ദങ്ങൾക്കുടമയായിരിക്കുന്ന എത്രയെങ്കിലും ഗായകരെ നമുക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പരിപാടി വാർഷികങ്ങൾ എവിടെ നടക്കുമ്പോഴും എത്ര തിരക്കിലും ഓടി വരുന്ന കാഞ്ഞങ്ങാട് രാമേന്ദ്രനെ കണ്ട് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഈ മനുഷ്യനെ അക്ഷരാർത്ഥത്തിൽ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന മറ്റൊരു ഗായകൻ, സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ. ഇദ്ദേഹത്തിന്റെ കഴിവ്, സംഗീതത്തിലുള്ള ആ മികവ് കണ്ടെത്തിയത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഓടി വരുന്നത്. അങ്ങനെയുള്ള ധാരാളമായിരിക്കുന്ന ആളുകൾ ഉത്തര മലബാറിന്റെ സംഗീത ചരിത്രത്തിൽ ഈ മനുഷ്യന്റെ പേര് ആ ചരിത്ര ലിപികളിൽ എഴുതപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ ഖണ്ഡങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന സംഗീതത്തിന്റെ മധുരിതമായിരിക്കുന്ന മാസ്മരികമായിരിക്കുന്ന ആ സ്വരം അനേകായിരം ഖണ്ഡങ്ങളിലൂടെ തലമുറകളിലേക്ക് അത് പടർന്നൊഴുകുക തന്നെ ചെയ്യും എന്ന കാര്യത്തിലും എനിക്ക് സംശയമില്ല. എല്ലാ ഭാവുകങ്ങളും ഈ ത്യാഗരാജ സംഗീത ഉത്സവത്തിന് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളുടെ നിർത്തുകയാണ്.
നമ്മുടെ സ്വാഗതം പറഞ്ഞ ശ്രീ ദാവൂട്ടി, എൻ്റെ സുഹൃത്ത് ശ്രീ മണിൽ മോഹൻ, ശ്രീ ഷീല എസ്, ശ്രീ പ്രേംകുമാർ, ശ്രീമതി രേഷ്മ, ഷൈജു, കെ എസ് ഹരികേശൻ, മറ്റ് ഭക്തജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികൾ, വളരെ വിശദമായി നമ്മുടെ ബഹുമാന്യമായ ശ്രീ ചാലപ്പുര പുരുഷ അവർ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു ആശംസ മാത്രം നടത്തുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിച്ച കാര്യമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് 32ാമത് വാർഷികമാണ്, ത്യാഗരാജോത്സവത്തിൻ്റെ 32ാമത് വാർഷികമാണ് ഈ ഏകാദശി മഹോത്സവ കാലത്ത് ഈ മാഹിയിൽ വെച്ച് നടത്തുന്നത്. അപ്പോൾ ഒരു അത്ഭുതം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പൊതുരംഗത്തൊക്കെ വർക്ക് ചെയ്യുന്നൊരു കക്ഷിയാണ്. അപ്പോൾ നമ്മുടെ ഒരുപാട് സംഗീത സ്ഥാപനങ്ങളും സംഗീത വിദ്യാലയങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഒരു മനുഷ്യായുസ്സിൻ്റെ ഏകദേശം 1/3 ഭാഗം പിന്നിട്ട ഒരു ശാസ്ത്രീയ സംഗീതം അഭ്യസിപ്പിക്കുന്ന ഒരു വിദ്യാലയമാണ് ജവാ സ്കൂൾ ഓഫ് മ്യൂസിക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഞങ്ങളെ ആദ്യം വടകര താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ജവാ സ്കൂളുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥിനികളെ പരിശീലിപ്പിച്ച് കൊണ്ടുവന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കാലത്ത്. അതിനുശേഷമാണ് ജയമാഷ നാട് തന്നെയായിരിക്കുന്ന ഇവിടെ വലിയ വരവേൽപ്പ് തന്നെ ഈ സംഗീത പരിപാടികളെ സംബന്ധിച്ചോളം, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ സംഗീത പരിപാടികളെ സംബന്ധിച്ചോളം ഉണ്ടായിരിക്കുന്നത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. ഇപ്പം ഇന്നും ത്യാഗരാജോത്സവത്തിൻ്റെ 32ാം വാർഷികം ഇവിടെ നടത്താനായത് വലിയ ഒരു ഭാഗ്യം തന്നെയാണ് എന്നാണ് എനിക്ക് ജവാ സ്കൂളിനെ സംബന്ധിച്ചോളം പറയാനുള്ളത്. കാരണം അത്രയധികം സൗകര്യങ്ങളും ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ 2 പ്രാവശ്യമാണ് ഇവിടെ വന്ന് സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ജവാ സ്കൂളിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് 2 പ്രാവശ്യമാണ് സംസാരിക്കുന്നതെന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു പ്രാവശ്യം വലിയ ഭക്ഷണ മറ്റു കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയ ഒരു നാടാണിത്. അപ്പോൾ നേരത്തെ ബഹുമാന്യ ചാലക്കുര പുരുഷയുടെ പറഞ്ഞ മാതിരി ഇതിന് സംഗീതത്തിന് വളക്കൂറുള്ള ഒരു സ്ഥലമാണ് മാഹി. അദ്ദേഹം പത്രപ്രവർത്തകനും എല്ലാ രംഗത്തും പൊതുരംഗത്ത് വളരെ പ്രശസ്തി അർജിച്ച ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ് എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യപ്രകാരമാണ് ഈ മാഹിയിൽ വിദ്യാർത്ഥികളെ സംഗീതം അഭ്യസിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അത് വലിയ ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം ഒരു പത്രപ്രവർത്തകൻ മാത്രമാണ്. പക്ഷേ ഈ സംഗീതത്തിൽ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള എനിക്ക് അദ്ദേഹം അവരുടെ കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ വിശദീകരിച്ച് സംസാരിക്കുകയാണ്. ത്യാഗരാജസ്വാമികളെ സംബന്ധിച്ചും അതുപോലെ തന്നെ മറ്റ് ശ്യാമശാസ്ത്രികളെ സംബന്ധിച്ചോളം അതുപോലെ തന്നെ വീശുവർ സ്വാമിയെ സംബന്ധിച്ചൊക്കെ തന്നെ ഇവിടെ വളരെ സഗൗരവവും വളരെ അർത്ഥവത്തായ രീതിയിലും സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരം കാര്യത്തിൽ ഞാൻ കടക്കുന്നില്ല. ജയമാഷയെ സംബന്ധിച്ചോളം ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും ഈ സ്കൂൾ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു മനുഷ്യായുസിൻ്റെ 1/3 ഭാഗം ആയി നടത്തിക്കൊണ്ടുവരാൻ സാധിച്ച ഇതിൻ്റെ ഡയറക്ടർ ശ്രീ ജയമാഷയെ സംബന്ധിച്ചോളം അത് വലിയ ഒരു കാര്യമാണ്. അദ്ദേഹം മാത്രമല്ല, നമ്മളിപ്പോൾ ഇക്കാലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രധാന വിഷയമുണ്ട്. ഇപ്പം എന്ത് വിദ്യാലയങ്ങളായാലും അതൊക്കെ സാമ്പത്തികമായ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ജയമാഷയെ സംബന്ധിച്ചോളം ഈ സംഗീതം അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആഹാരം കഴിക്കുന്ന മാതിരിയുള്ള ഒരു കാര്യമാണ് എന്ന് കഴിഞ്ഞ കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഒരു മനുഷ്യായുസിൻ്റെ 1/3 കാലഘട്ടം പിന്നിട്ട ഈ ജവാ സ്കൂളിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നമാണ് ഇത്തരത്തിൽ ഈ സ്ഥാപനം വളർത്തിയെടുക്കാൻ സാധിച്ചത്. അതിന് ഉപകാരപ്രദമായ രീതിയിലും അത് നടത്താനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്ന മാഹിയിലെ നമ്മളെ ഇതിനൊക്കെ താല്പര്യമുള്ള ഭക്തജനങ്ങളോടും അതുപോലെ തന്നെ വിദ്യാർത്ഥിനികളോടും ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ചെറുവാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.
എല്ലാവർക്കും സ്നേഹം. തൻ്റെ ശ്വാസനിശ്വാസങ്ങളിൽ നാഡീനരമ്പുകളിൽ സംഗീതത്തെ ആവാഹിച്ച ഒരു മഹാനുഭാവൻ കെ.എൻ. മാസ്റ്റർ. ഏത് നിമിഷവും ഒരു ശ്വാസം കഴിക്കുമ്പോഴും സംഗീതം മാത്രം തപസ്യയാക്കിയിട്ടുള്ള സബരിയാക്കിയിട്ടുള്ള കെ.എൻ. മാസ്റ്റർ ശിഷ്യരാവുക അല്ലെങ്കിൽ പഠിക്കാനൊരു ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. 32 വർഷം ഒരു ക്ലാസ് ഇങ്ങനെ കൊണ്ടുപോകുക, ഒരു സ്കൂൾ ഓഫ് മ്യൂസിക് ഇങ്ങനെ കൊണ്ടുപോകുക ഇന്നത്തെ കാലത്ത് അചിന്തനീയമാണ്. നമുക്കറിയാം, നമ്മളുടെ സമൂഹത്തിൽ വന്നിരിക്കുന്ന എല്ലാ അപചയങ്ങളും സംഗീതത്തിൽ വന്നിട്ടുണ്ട്. ഒരു സംശയവുമില്ല. സംഗീതം എന്ന് പറയുന്നത് നമ്മൾക്ക് കേൾക്കുമ്പോൾ നമുക്ക് ആ എന്നുള്ളൊരു വാക്കുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നൊരു സാധനമാണ് ഈ സംഗീതം. ഒറ്റ വാക്ക് മതി, ഒറ്റ ആ എന്ന് കേട്ടാൽ നമുക്ക് ഒരൊറ്റ ഉദാഹരണം പറയാം. ഏതാ പാട്ട്? സ്വാമിനാഥ. ആന്നേ പറഞ്ഞിട്ടുള്ളൂ. പാട്ട് നമുക്കറിയാം. ഏതാ പാട്ട്? ആന്തോളനം. അതാണ് എന്നൊരൊറ്റ അക്ഷരമേ ഉള്ളൂ. എന്തൊക്കെ നമുക്കൊരു സംഗതി കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചില വികാരങ്ങൾ. ചില പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് അരച്ചിൽ വിടും, ചില പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് തുള്ളണം തോന്നും, അങ്ങനെയല്ലേ? ചില പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഉറങ്ങണം തോന്നും. ഇങ്ങനെ ഒരൊറ്റ അക്ഷരം കൊണ്ട് മാത്രം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഈ സംഗീതം ഇന്നത്തെ സമകാലിക അപച്യുതി അല്ലെങ്കിൽ മൂല്യച്യുതി അതിന് വന്നിട്ടുണ്ട്. സംഗീതത്തിന് പലപ്പോഴും കേൾക്കുന്ന പാട്ടുകൾക്ക് ജീവനില്ല. ജീവൻ ഉണ്ടാവണമെങ്കിൽ അതിൽ ഈ ട്യൂണ് മാത്രം പോരാ, ട്യൂണിൻ്റെ കൂടെ സാഹിത്യവും ചേർന്നു. ത്യാഗരാജസ്വാമികളുടെ ഏത് കീർത്തനം എടുത്താലും ആ ഒരു ജീവൻ, തുടിക്കുന്ന ജീവൻ നമ്മളിലേക്ക് പ്രസരിക്കും. അത് അദ്ദേഹം നമ്മളൊക്കെ തുടക്കത്തിലൊക്കെ കുട്ടികൾ പഠിക്കുന്ന തുളസി ഇതള ആയാലും അത് ഏറ്റവും വലിയ കീർത്തനമായാലും നമ്മളിലേക്ക് അത് ആ സാഹിത്യ സൃഷ്ടി വരും. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴത്തെ നമ്മൾ സിനിമയിലുള്ള പാട്ടുകൾ, പഴയ പാട്ടുകളൊക്കെ നമുക്ക് ഏത് പാട്ടുകൾ എടുത്തു നോക്കൂ, ഈ പറയുന്ന സാഹിത്യവും സംഗീതവും ചേർത്ത് വെച്ച് നമുക്ക് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു വികാരം ഡോപ്പമിൻ എന്നാണ് അതിന് പറയുക. നിങ്ങളോട് ഞാനിപ്പം അച്ചാർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വായിൽ അല്ലേ അച്ചാറ് അല്ലെങ്കിൽ ഉപ്പുമാങ്ങ എന്ന് പറയുമ്പോൾ വായിൽ കൊള്ളുകയില്ലേ? അപ്പോൾ നമ്മുടെ തലച്ചോറ് ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുക. അതുപോലെയാണ് പാട്ട്, സംഗീതം അതുപോലെയാണ്. ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് തോന്നണം, ആ ഒരു വികാരം തോന്നണം, ഉറങ്ങണം എന്ന് തോന്നണം, അല്ലെങ്കിൽ ഇങ്ങനെ കരയണം തോന്നണം, മഴ പെയ്യും എന്ന് തോന്നണം. അപ്പോൾ അങ്ങനെ ഒരു വികാരം ഉത്ഭവിപ്പിക്കാൻ ഇപ്പോഴത്തെ സംഗീതത്തിനോ അല്ലെങ്കിൽ സിനിമാ പാട്ടുകൾ കഴിയുന്നില്ല. വസ്തുതയാണ്. തുണ്ടനാനേന തന്തുനാനേന എന്നെല്ലാം പറഞ്ഞിട്ടുള്ള പാട്ട്. ഞാൻ അച്ഛനും അമ്മയും പുറയിലില്ല, ഞാനിങ്ങ് പോട്ടെ, ഇതെന്നാ ഡാഡി മമ്മി വീട്ടിലില്ല, ഇതൊക്കെ പാട്ട്. ഇങ്ങനെയുള്ള ഈ ജീവനില്ലാത്ത, സാഹിത്യമില്ലാത്ത ഇത്തരത്തിലുള്ള സംഗീതത്തിൻ്റെ അപചയമുള്ള കാലത്താണ്, മൂല്യച്യുതിയുള്ള കാലത്താണ് കെ.എൻ. മാസ്റ്റർ പോലുള്ള ആളുകൾ ഇങ്ങനെ 32 വർഷം ഇങ്ങനെ ഒരു സ്കൂൾ ഓഫ് മ്യൂസിക്, ജബാവ് സ്കൂൾ ഓഫ് മ്യൂസിക് നടത്തുന്നത്. തീർച്ചയായും മക്കളെ, നിങ്ങളൊക്കെ മഹാഭാഗ്യവതികളും ഭാഗ്യവാന്മാരാണ്. അങ്ങനെ ഈ അത്തരത്തിലുള്ള സംഗീതം നിങ്ങൾക്ക് ഗുരുമുഖത്തിൽ നിന്ന് ലഭിക്കാൻ സിദ്ധിച്ചത്, അത് ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, മഹാഭാഗ്യമാണ്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി. ഇപ്പോൾ നമ്മൾ പറഞ്ഞ തിരുവയ്യാറിലെ ത്യാഗരാജസ്വാമി സമാധിയിൽ പോയി 4 പ്രാവശ്യത്തോളം അവിടെ പോയി വായിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാക്കും കൂടി പറയാം, കെ.എൻ. മാസ്റ്റർ ഈ കഴിവിൻ്റെ പിന്നിൽ എന്ത് ഊർജ്ജം നിങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ എന്നെക്കാളും 2 വയസ്സ് ജാസ്തിയാണ്. എന്നെക്കാൾ എത്രയോ ഊർജ്ജം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ നവരാത്രിക്കെല്ലാം ഇപ്പോൾ ഫുൾ തിരക്കായതുകൊണ്ട് എനിക്ക് അദ്ദേഹം ക്ഷണിച്ചിട്ടും വരാൻ പറ്റിയില്ല. അതിൻ്റെ സമയം ഞാൻ ഈ കൂട്ടത്തിൽ പറയുന്നു. എപ്പോഴും പ്രോഗ്രാം ഈ രംഗത്ത് സജീവമാവുക ഈ പ്രായത്തിൽ എന്ന് പറഞ്ഞാൽ അതും ഒരു വലിയൊരു കലാശം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ബാലൻ മാസ്റ്റർ ഒരു വലിയ ഗായകനാണ്. ശരിക്കും എല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ പുതിയ തലമുറക്ക് അറിയാൻ എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ശക്തിയാണ് ഇദ്ദേഹത്തിലേക്ക്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന എൻ്റെ അച്ഛൻ നടനം ശിവാലയം ഡാൻസ് മാസ്റ്ററായിരുന്നു. അപ്പോൾ ആ അച്ഛനും ഇദ്ദേഹവുമായ ഒരു ബന്ധം ഇപ്പോൾ അടുത്ത് വന്ന്
സാറും ഞാനായിട്ട് ഇപ്പോൾ ഒരു 5-10 വർഷമായിട്ട് ഒരു ബന്ധം. അപ്പോൾ ഇതെല്ലൊരു നിമിത്തങ്ങളും ഭാഗ്യമാണ്. അപ്പോൾ സാറ് ചെയ്യുന്ന ഈ സംഗീത പ്രവർത്തനങ്ങളിൽ ഒരു ഭാഗമാക്കാവാനും പഞ്ചായത്ത് അടക്കം വായിക്കുക എന്നെല്ലാം പറഞ്ഞാൽ വലിയൊരു സന്തോഷമാണ്. അതിനാണ് ഞാൻ ഓടി വന്നത്. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട അധ്യക്ഷൻ, ഉദ്ഘാടകൻ ശ്രീ ചാലക്കുറ കുറിച്ച്, അധികതി നാരായണൻ നായർ, മണൽ മോഹനൻ, ബാവുട്ടി, അതുപോലെ തന്നെ സദസ്സിലിരിക്കുന്ന സംഗീത വിദ്യാർത്ഥികളും സംഗീത കുടുംബാംഗങ്ങളും, വർഷം സംഗീത സ്കൂൾ ഓഫ് മ്യൂസിക് നടത്തിക്കൊണ്ടുപോവുക എന്ന് പറഞ്ഞു തന്നെ വലിയ ത്യാഗോജ്വലമായ പ്രയത്നത്തിൻ്റെ ഭാഗമാണ്. സംഗീത സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്ന അതേ സമയത്ത് തന്നെ സംഗീത ത്രിമൂർത്തികളായ ത്യാഗരാജ സ്വാമികളെയും വിശ്വസ്വാമി ദീക്ഷിതരെയും അനുസ്മരിച്ചുകൊണ്ട് ദീക്ഷർ സംഗീതോത്സവം, അതുപോലെ ത്യാഗരാജോത്സവം ഒക്കെ വർഷത്തിൽ നടത്തിക്കൊണ്ടുപോവുക എന്ന് പറയുന്നത് അതിലേറെ പ്രയാസപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ ജപ സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഭാഗമായി ഇതെല്ലാം നടത്തിക്കൊണ്ടുപോകുന്നത് നമ്മുടെ എല്ലാം ഗുരുനാഥനായ ഈ ജയൻ മാസ്റ്ററുടെ ഒരു വിശേഷപ്പെട്ട അനുഭവം തന്നെയാണ്. മറ്റു പല ജില്ലകളിലും അന്വേഷിച്ചപ്പോൾ അവരൊന്നും സംഗീത സ്ഥാപനം നടത്തിക്കൊണ്ടുപോവുക എന്നല്ലാതെ ടീച്ചർ സംഗീതോത്സവമായാലും ത്യാഗരാജോത്സവം ആയാലും അവർക്കൊന്നും നടത്താൻ സാധിക്കാറില്ല. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പേ ചെമ്പൈ സംഗീതോത്സവത്തിൽ പങ്കെടുത്ത് കീർത്തനം അവതരിപ്പിച്ച് തിരിച്ചു വരുമ്പോൾ ജയൻ മാസ്റ്ററുടെ വളരെ അടുത്ത സുഹൃത്ത് ദിവാകരൻ സാർ, അദ്ദേഹം മമ്മിയൂർ ദേശത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഹെൽത്ത് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം എന്നോട് കണ്ടപ്പോൾ ആദ്യം അന്വേഷിച്ചത് ജയൻ മാസ്റ്റർ എവിടെയാണുള്ളത്, ജയൻ മാസ്റ്റർ ഒരു വിവരവും ഇല്ലല്ലോ എന്നാണ്. അപ്പം നമ്മൾ വടകരയും മാഹിയിലും ഒക്കെ ആണെങ്കിലും ജയൻ മാസ്റ്ററുടെ സുഹൃത്തുക്കൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നുള്ളതിന് ഉദാഹരണമാണ് പറഞ്ഞത്. അതേപോലെ തന്നെ മമ്മിയൂർ അപ്പൻ്റെ ഒരു ദേവസ്വത്തിൻ്റെ ഒരു കേസറ്റ്, അന്ന് കേസറ്റ് ഇന്ന് CD ആണ് എങ്കിലും അന്ന് പുറത്തിറക്കാനുള്ളൊരു ഭാഗ്യം നമ്മുടെ ജയൻ മാസ്റ്റർക്ക് ഉണ്ടായിട്ടുണ്ട്. അന്ന് നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ലാത്ത ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയായിരുന്നു അതിൻ്റെ രചന. സംഗീതം ജയൻ മാസ്റ്ററാണ്. അതിൽ പാടിയത് സുജാത, ജയേന്ദ്രൻ, മധു ബാലകൃഷ്ണൻ ഇവരൊക്കെയാണ്. ആ CD-യുടെ ഒരു കോപ്പി ഇപ്പോൾ കിട്ടുമോ എന്നും കൂടി അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഒരുപാട് മമ്മിയൂരപ്പൻ്റെ ആ ക്ഷേത്രത്തിലുള്ള ആൾക്കാർ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ജയമാഷ ചോദിച്ചിട്ട് പറഞ്ഞുതരാം, അതിൻ്റെ കോപ്പി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എത്തിക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ നമ്മുടെ ജപ സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ പറഞ്ഞ് സമയം വൈകിപ്പോയതുകൊണ്ട് നമ്മുടെ ഓരോ ക്ഷേത്രങ്ങളും അത് സംഗീതത്തിൻ്റെ ഭാഗമായി മാറ്റുക എന്നുള്ളൊരു വിശേഷം ഞാൻ പഠിച്ചത്, ശിഷ്യനായ ഞാനും മനസ്സിലാക്കിയത് മാസം കൂടെ കൂടിയ ശേഷമാണ്. ഇപ്പോൾ ലോകനാർകാവിൽ നാരായണൻ സാറും ജയമാസ്റ്ററും ഇവരൊക്കെ കൂടിയ ആ സമയത്താണ് നവരാത്രി സംഗീതോത്സവം വടകര താലൂക്കിൽ ആദ്യമായി അവിടെ സംഘടിപ്പിച്ചത്. അതേപോലെ തന്നെ ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഓരോ വർഷവും തുടർച്ചയായി 4-5 വർഷം അവിടുത്തെ ഉത്സവത്തിന് ജയൻ മാസ്റ്ററും സംഘത്തിനെയാണ്, ഈ പാർട്ടിയെയാണ് അവർ ക്ഷണിക്കുന്നതും അവിടെ പരിപാടി അവതരിപ്പിക്കാനുള്ള അവസരം കൊടുക്കുന്നതും. കേരളത്തിൽ ഒരുപാട് സംഗീതാചാര്യന്മാരുണ്ടെങ്കിലും അവർക്ക് നമ്മളെയാണ് അവരിഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും ആദരിക്കുന്നതും. അതുപോലെ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇതുപോലെ നമ്മൾ ക്ഷണിക്കുകയും പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്യാനുള്ള അവസരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിക്കുകയാണ്. 32 വർഷത്തോളം ആയി പ്രവർത്തിച്ചു വരുന്ന സംഗീത സ്ഥാപനത്തിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.
ജബ സ്കൂളിൻ്റെ ഈ ഒരു പ്രോഗ്രാം, അതായത് കർണാടക സംഗീതത്തിലെ കുലപതിയായ ത്യാഗരാജ സ്വാമികളുടെ ഓർമ്മയ്ക്കായിട്ട് നടത്തപ്പെടുന്ന ഈ ത്യാഗരാജോത്സവത്തിൽ ഇങ്ങനെ ഒരു അവസരം തന്ന ഈശ്വരനും അതോടൊപ്പം തന്നെ ക്ഷേത്ര ഭാരവാഹികൾക്കുള്ള നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഓരോ അവസരങ്ങളിലൂടെയും തൻ്റെ ശിഷ്യ സമ്പത്തിന് അവസരം ഒരുക്കി കൊടുക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥനും അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിനും എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി. ജബ സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ 32ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഉത്സവമാണ് ത്യാഗരാജോത്സവം. മാസിനെ സംബന്ധിച്ചിടത്തോളം ത്യാഗരാജോത്സവം, മുത്തുസ്വാമി ദീക്ഷിതോത്സവം, നവരാത്രി ആഘോഷം, ഇങ്ങനെ ഒരുപാട് സ്റ്റേജാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാസ് നടത്തുന്നത്. മാസ് അത്രയും എൻ്റെ സംഗീതത്തോടുള്ള അത്രയും അഭിനിവേശം. കാരണം നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഊണിലും ഉറങ്ങുമ്പോൾ മാത്രം ഒഴിവാക്കിയിട്ട് മാസ് അത്രയും സംഗീതത്തെ സ്നേഹിക്കുന്നതിനാൽ നിങ്ങൾക്ക് ഇതുപോലെ ഓരോ സ്റ്റേജും ഒരുക്കി തന്നു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവന്മാരാണ്. എൻ്റെ മകളടക്കം മാസിനകത്ത് പഠിക്കുകയാണ്, അതിൻ്റെ ഒരു ഭാഗ്യം കൂടിയുണ്ട്. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന നല്ലൊരു അവസരമാണ് ഓരോ സ്റ്റേജും. അത് നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിക്കുക. മാഷ് പറഞ്ഞ പോലെ നിങ്ങൾ പഠിക്കുന്ന സംഗീതം നിങ്ങളുടെ ബാങ്കിൽ സൂക്ഷിക്കുക. അത് നിങ്ങൾ പിന്നെ നല്ല രീതിയിൽ നിങ്ങൾക്കത് പ്രയോജനപ്പെടും. അപ്പം ഇന്ന് ഇവിടെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഇവിടെ അമ്പലത്തിൽ ശ്രീ വേണുഗോപാലാല് ക്ഷേത്രത്തിൽ സൗകര്യം ഒരുക്കി തന്ന ഇതിൻ്റെ ഭാരവാഹികളോട് ഞാൻ ജബ സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം ഇന്നിവിടെ ഇതിനെക്കുറിച്ചൊക്കെ ത്യാഗരാജോത്സവത്തിനെ കുറിച്ചൊക്കെ നമുക്ക് വിശദമായി പറഞ്ഞു തന്ന നമ്മുടെ ശ്രീ ചാലക്കര പുരുഷോത്തനും ഞാൻ സ്വാഗതം നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ മോഹനൻ സാറ്, അഡ്വക്കറ്റ് ശ്രീനാരായണൻ സാറ്, എല്ലാത്തിനും ഉപരി നമ്മുടെ ലാലിൻ സാറ്, എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ജബ സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം നമ്മുടെ രക്ഷിതാക്കൾ, കുട്ടികൾ, എല്ലാവരും, നാട്ടുകാർ, എല്ലാവർക്കും ജബ സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.